ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. മാം, ഷാൽവി. നേർത്ത പുഞ്ചിരിയോടെ തൻ്റെ മുറിവാതിൽക്കൽ നിൽക്കുന്ന രണ്ട് അപരിചിത വ്യക്തികളെ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി ദയ. അവർ ഉച്ചരിച്ച ഇംഗ്ലീഷ് പദങ്ങൾ എന്തെന്ന് വ്യക്തമായില്ലെങ്കിലും കാണിച്ച ആംഗ്യങ്ങളിലൂടെ മുറിക്കകത്തേക്ക് കയറാനുള്ള അനുവാദമാണ് ചോദിച്ചതെന്നവൾ മനസ്സിലാക്കിയെടുത്തു. പക്ഷേ ഇവരൊക്കെ ആരാണ്? അവൾ ഒന്നുകൂടി അവരെ ചുഴിഞ്ഞു നോക്കി. ഓർമ്മയിൽ എവിടെയെങ്കിലും ആ മുഖങ്ങൾ തങ്ങി നിൽപ്പുണ്ടോ എന്നവൾ പരതി. ഇല്ല. ദയ മൗനിയായി നിൽക്കുന്നത് കണ്ടിട്ടാവണം അവർ തമ്മിലൊന്ന് നോക്കി. മാം. ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാൾ ഭവ്യതയോടെ വീണ്ടും വിളിച്ചു. ചിന്തകളെ തച്ചുടച്ച് അയാളുടെ ശബ്ദം ചെവിയിൽ മുഴങ്ങിയപ്പോൾ ദയ പിടച്ചിലോടെ ഇരുവരെയും ഒരിക്കൽ കൂടെ നോക്കി. അപ്പോഴാണ് അവരുടെ ഇരു കൈകളിലും തൂക്കിപ്പിടിച്ച കവറുകൾ ദയയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുറത്തു നിൽക്കുന്നവർ ആരാണെന്നതിലുപരി എന്ത് മറുപടി പറഞ്ഞാണ് അവർക്ക് താൻ അകത്തേക്ക് കയറാനുള്ള അനുമതി നൽകേണ്ടത് എന്ന ചിന്തയാണ് അവളെ കൂടുതൽ കുഴപ്പിച്ചത്. വാട്ട് ഹാപ്പൻഡ്? പുറകിൽ നിന്നും ശ്രീറാമിൻ്റെ ഉയർന്ന ശബ്ദം കേട്ടതും ദയയുടെ കണ്ണുകൾ ആവേശപൂർവ്വം അവനെ തേടി. ഗോപുവിനെ കൊണ്ടുവിടാൻ അതിരാവിലെ പോയതായിരുന്നു അവൻ. ഇപ്പോഴായിരിക്കും തിരിച്ചെത്തിയത്. നേരത്തെ എത്തിയിരുന്നെങ്കിൽ എപ്പോഴേ തനിക്കരികിലേക്ക് ഓടി വന്നേനെ. ദയയുടെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു. അവനെ ഓർക്കുന്ന നിമിഷങ്ങളിലെല്ലാം അവളുടെ ഹൃദയം അങ്ങനെയാണ്. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അവ വ്യഗ്രതയോടെ മിടിച്ചുകൊണ്ടിരിക്കും. മിഴികളിൽ ശ്രീറാമിൻ്റെ രൂപം പതിഞ്ഞ നിമിഷം തന്നെ ദയ ആശ്വാസപൂർവ്വം നിശ്വസിച്ചു. അവൻ്റെ സാന്നിധ്യം തൻ്റെ കരുത്താണെന്നും അവനില്ലായ്മ തൻ്റെ ദൗർബല്യമാണെന്നും തിരിച്ചറിയുകയായിരുന്നു അവളപ്പോൾ. മുറിവാതിൽക്കൽ നിൽക്കുന്നവരെയും ദയയെയും മാറി മാറി നോക്കി ശ്രീറാം അകത്തേക്ക് കയറി. ഗെറ്റ് ഇൻസൈഡ്. പുറത്തു നിൽക്കുന്നവരെ നോക്കി അവൻ വളരെ സൗമ്യമായി പറഞ്ഞപ്പോൾ അവർ പുഞ്ചിരിയോടെ മുറിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും കാര്യമെന്തെന്നറിയാതെ വീഴ്ച നിൽക്കുകയായിരുന്നു ദയ. ഇവരൊക്കെ? ദയ ശബ്ദം താഴ്ത്തി ചോദിച്ചു. വന്നവർ ഒരു പക്ഷേ അവന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിലോ? തൻ്റെ ഒരു വാക്കിലോ നോക്കിലോ പോലും അവർക്ക് അനാദരവ് തോന്നരുതെന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വന്നാൽ അത് ശ്രീറാം അപമാനിക്കപ്പെടുന്നതിന് തുല്യമാണെന്ന് അവൾ വിശ്വസിച്ചു. പെട്ടെന്ന് ശ്രീറാം ദയയുടെ വലത് കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പതിയെ അവളുടെ കൈവെള്ള നിവർത്തി ചൂണ്ടുവിരലിലൊന്ന് സ്പർശിച്ചു. ഇനിതാ ഈ കുഞ്ഞു വിരലുപയോഗിച്ച് ഗ്ലാസ്സിലും ചുവരിലും വരച്ച് എൻ്റെ ദുർഗ കഷ്ടപ്പെടണ്ട. കുഞ്ഞുങ്ങളോടെന്നപ്പോൾ ശ്രീറാം കുസൃതിയോടെ മൊഴിഞ്ഞു. അവൻ പറഞ്ഞത് മൊത്തമായി ഗ്രഹിക്കാൻ ദയയ്ക്ക് സാധിച്ചില്ല. അവളതിന് ശ്രമിച്ചില്ലെന്ന് പറയുന്നതാവും വാസ്തവം. എൻ്റെ ദുർഗ. ആ രണ്ട് വാക്കുകളിൽ കുടങ്ങിക്കിടന്നു അവൾ. പതിയെ ദയ മിഴികൾ വിടർത്തി ശ്രീറാമിനെ നോക്കി. നിറചിരിയോടെ അവൻ അവളെയും. ദയയുടെ വലത് കൈ അപ്പോഴും ശ്രീറാം തൻ്റെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയ താളമറിഞ്ഞ് അവൻ്റെ ആർദ്രമായ വാക്കുകളിൽ തരളിതയായി ആ മിഴികളിൽ ലയിച്ചവൾ സ്വയം വിസ്മരിച്ചങ്ങനെ നിന്നു. സർ, ഇറ്റ്സ് ഡൺ. പുറകിൽ നിന്നും ശബ്ദമുയർന്നപ്പോൾ പരസ്പരം മിഴികൾ പിൻവലിച്ചവർ പിന്തിരിഞ്ഞു നോക്കി. പുറകിലെ ഗ്ലാസ് ഡോറിനരികിലായി 5 അടിയോളം ഉയരം വരുന്നൊരു വുഡൻ ഈസിൽ സ്റ്റാൻഡിൽ ഒരു ഡ്രോയിങ് ക്യാൻവാസ് സെറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തായുള്ള ഒഴിഞ്ഞ മേശപ്പുറത്ത് പലതരം പെൻസിലുകളും ചായങ്ങളും ഡ്രോയിങ് പാഡുമൊക്കെ വളരെ ഭംഗിയായി ഒടുക്കി വെച്ചിട്ടുണ്ട്. സർ, ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദിസ് ഹൈറ്റ് യു ക്യാൻ അഡ്ജസ്റ്റ് ഓൺ ഹിയർ. യാ കൂൾ. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് സർവീസ്. ശ്രീറാമിൻ്റെ വാക്കുകൾ മധുരമുള്ളതായി. കൃതജ്ഞതയോടെ അവൻ അവരെ നോക്കി പുഞ്ചിരി തൂക്കി. ഇറ്റ്സ് അവർ പ്ലഷർ സർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഷാൽ വി ടേക്ക് എ സെൽഫി വിത്ത് യു? അവരിലൊരാൾ വളരെ താഴ്മയോട് ചോദിച്ചു. യാ, വൈ നോട്ട്. തൻ്റെ നീളമാർന്ന മുടിയിഴകളിലൂടെ വിരലുകൾ കടത്തി മാടിയൊതുക്കി ശ്രീറാം അവർക്കിടയിൽ അവരിലൊരാളായി നിന്നു. സർ, മാം. കൂട്ടത്തിലൊരാൾ അല്പം മടിയോടെ ദയയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. ദുർഗ വരുന്നോ? ശ്രീറാം തിരക്കി. അവൾ അരുതാത്തതെന്തോ കേട്ട പോലെ പരിഭ്രമത്തോടെ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു. അവൾക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീറാം പിന്നീട് അവളെ നിർബന്ധിച്ചില്ല. ശ്രീറാമിന് അതവളുടെ വ്യക്തിപരമായ താല്പര്യമായിരുന്നെങ്കിൽ ദയയ്ക്ക് തൻ്റെ ഈ പ്രവൃത്തി അവനെ അവർക്ക് മുന്നിൽ അപമാനിതനാക്കിയോ എന്ന കടുത്ത ചിന്തയായിരുന്നു. അവർ യാത്ര പറഞ്ഞു പോയപ്പോൾ ദയ ശ്രീറാമിൻ്റെ മുഖത്തേക്ക് നോക്കി. ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസമോ ഇഷ്ടക്കേടോ പ്രകടമായിട്ടുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു അവൾ. എന്താടോ?
അവളുടെ നോട്ടം കണ്ട് ശ്രീറാം സ്വയമേ ഒന്ന് വീക്ഷിച്ച് അപാകതകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. അവൻ്റെ പ്രവൃത്തി കണ്ട് ദയ ചൂളിപ്പോയി. ചമ്മലോടെ ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി അവൾ അവനരികിലേക്ക് നീങ്ങി നിന്നു. ഇതൊക്കെ എന്തിനാ? മുന്നിലെ ക്യാൻവാസും ചായങ്ങളും നോക്കി ദയ ശ്രീറാമിനോട് ചോദിച്ചു. അവൻ വലത് കൈയാൽ അവളെ ദേഹത്തോടടുപ്പിച്ച് ക്യാൻവാസിനരികിലേക്ക് നടന്നു. നാളെ എനിക്കൊരു റെക്കോർഡിംഗ് ഉണ്ട്. നാളെ മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഞാനിവിടെ ഉണ്ടാകണമെന്നില്ല. പോവണ്ട. ദയ നിറഞ്ഞ കണ്ണുകളോടെ ശ്രീറാമിനെ നോക്കി ഇടത് കൈയാൽ അവൻ്റെ ടീഷർട്ടിൽ മുറുകെ ചുരുട്ടിപ്പിടിച്ചു. എന്തോ തമാശ കേട്ട കണക്കെ ശ്രീറാം ഉച്ചത്തിൽ ചിരിച്ചു. എന്നാൽ ദയക്കത് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ മനോവികാരത്തെ അവൻ പരിഹസിച്ചപ്പോൾ തോന്നി. പോ. പരിഭവത്തോടെ അകന്നു മാറിയ ദയയെ ശ്രീറാം ആദ്യം കാണുന്നത് പോലെ നോക്കി നിന്നു. അവളുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്ന അവന് അതൊരു അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു. തന്നെ ഒന്ന് നോക്കാൻ, ഒരു വാക്കുരിയാടാൻ, എന്തിന് ഒന്ന് പേര് ചൊല്ലി വിളിക്കാൻ പോലും പേടിച്ച് വിറച്ചു നിന്നിരുന്ന ദയയെ അവൻ ആ നിമിഷം ഓർമ്മ വന്നു. ദുർഗ. ശ്രീറാമിൻ്റെ ശബ്ദം ആർദ്രമായി. ദയ പിന്തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ മുമ്പത്തതിനേക്കാളും അധികമായി നിറഞ്ഞു കവിഞ്ഞിരുന്നു. ശ്രീറാം സ്നേഹത്തോടെ അവളുടെ ഇടത് കവിളിലേക്ക് തൻ്റെ ഉള്ളം കൈ ചേർത്ത് വെച്ചു. എന്നും ഇങ്ങനെ തൻ്റെ ഒപ്പം മാത്രം ഇരിക്കാൻ കഴിയുമോടോ എനിക്ക്? അവൻ സൗമ്യമായാണ് ചോദിച്ചതെങ്കിലും ദയയെ അതൊരുപാട് വേദനിപ്പിച്ചു. ശരിയാണ്, എന്നും ഇങ്ങനെ എനിക്കൊപ്പം ഇരുന്ന് എന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ ശ്രീയേട്ടൻ്റെ ആരാണ്? ഈ കരുതലും സ്നേഹവും പോലും അനുഭവിക്കാൻ യോഗ്യതയില്ലാത്തവളാണ് താൻ. എന്നിട്ടും അയാളെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. എന്ത് ബന്ധത്തിൻ്റെ പേരിൽ, എന്ത് അധികാരത്തിൻ്റെ പേരിൽ? അർഹിക്കാത്തത് മോഹിക്കുകയാണ് ദയ. അവൾ സ്വയം കുറ്റപ്പെടുത്തി. ദുർഗ, പ്ലീസ്, ദൈവത്തെ ഓർത്ത് താൻ അതിര് കടന്ന് ചിന്തിക്കരുത്. തന്നോളം അവളെ മനസ്സിലാക്കിയതിനാലാവണം ദയയുടെ ഭാവം മാറിയപ്പോൾ തന്നെ അവൾ ചിന്തിക്കുന്നത് എന്തായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. ദയ നിശബ്ദമായി ശിരസ് താഴ്ത്തി. ദുർഗ, ഒരുപാട് സമയമൊന്നും എടുക്കില്ലടോ. കുറച്ചു നേരം. കുറച്ചു നേരം എന്ന് പറയുമ്പോൾ എത്ര? അത്ര നേരം ചിന്തിച്ചു കൂട്ടിയതെല്ലാം പാടെ മറന്നവൾ ജിജ്ഞാസയോടെ ശ്രീറാമിനെ ഉറ്റുനോക്കി. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകുമല്ലോടോ. അവനൊരു നെടുവീർപ്പോടെ മന്ദഹസിച്ചു. ഞാൻ ഒറ്റയ്ക്കാവും. ദയ വീണ്ടും പരിതപിച്ചു. അതിനും ശ്രീറാം ചിരിച്ചതേയുള്ളൂ. അതിഷ്ടപ്പെടാതെ ദയ മുന്നിൽ കണ്ട പെൻസിലുകളിൽ ഒന്ന് കയ്യിലെടുത്ത് അരികിലെ ക്യാൻവാസിൽ തീർത്തും അലക്ഷ്യമായി എന്തോ ഒന്ന് വരച്ചു തുടങ്ങി. വർഷങ്ങളായി വീട്ടുജോലി പേറിയ കൈകൾക്ക് അവൾ തൻ്റെ വിരലുകൾക്കിടയിൽ പിടിച്ച പെൻസിലിനോട് വല്ലാത്ത അപരിചിതത്വമായിരുന്നു. എത്ര മുറുകെ പിടിച്ചിട്ടും പെൻസിൽ വഴുതിപ്പോകുന്നത് ദയയെ നിസ്സഹായാക്കി. ശ്രീറാം ആകട്ടെ അവളുടെ കൈകൾ വിറകൊള്ളുന്നത് നിശബ്ദനായി നോക്കി നിൽക്കുകയായിരുന്നു. ഈ സാഹചര്യം അവൾ തന്നെ മറികടക്കട്ടെ എന്ന് അവനും തീരുമാനിച്ചു. അല്ലെങ്കിലും അവൻ എന്ത് ചെയ്യാൻ കഴിയും? ഏറെ നേരം ശ്രമപ്പെട്ടിട്ടാണെങ്കിലും ദയ താൻ തുടങ്ങിവെച്ച ചിത്രം വരച്ചു തീർത്തു. ദയ തൻ്റെ ചിത്രം പൂർത്തിയാക്കും വരെ ശ്രീറാം ഒന്ന് അനങ്ങിയതുപോലുമില്ല. തൻ്റെ ചെറുചലനം പോലും അവളിലെ ശ്രദ്ധ മാറാൻ കാരണമാകരുതെന്ന് അവന് തോന്നി. ഏറ്റവും ഒടുവിൽ ചുവപ്പാർന്ന വർണ്ണ പെൻസിൽ ഉപയോഗിച്ച് താൻ വരച്ചു തീർത്ത ഭംഗിയേറിയ പനിനീർ പുഷ്പത്തിന് നിറവും പകർന്നവൾ ശ്രീറാമിനെ പിന്തിരിഞ്ഞു നോക്കി. അവനിൽ അത്ഭുതമായിരുന്നു. നാളെ താൻ പോയി കഴിഞ്ഞാൽ അവൾ പലതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചാലോ എന്ന ചിന്തയുടെ പുറത്താണ് ഇതെല്ലാം വാങ്ങിക്കൂട്ടിയത്. അവളുടെ ശ്രദ്ധ തിരിക്കാനൊരു ശ്രമം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പലപ്പോഴും വിരലുകൾ ഉപയോഗിച്ച് പലതും വരയുന്നത് കാണും. അന്ന് അഖിലേഷിനരികിൽ നിന്നവളെ കൊണ്ടുവരാൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ചുമർ ചിത്രങ്ങളിൽ തൊട്ട് തലോടി നിൽക്കുകയായിരുന്നു ദുർഗ. ചിത്രങ്ങളോട് കമ്പമുണ്ടെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇത്രമാത്രം കഴിവുണ്ടെന്ന് തിരിച്ചറിയാൻ വൈകി. ശ്രീറാം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണെ ദയയുടെ മുഖം വാടി. രസമില്ല? അവൾ നിരാശയോടെ ചോദിച്ചു. ശ്രീറാം ഒന്നുകൂടെ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു. വളരെ നന്നായിട്ടുണ്ട്. അല്ല, തനിക്കിഷ്ടം മുല്ലപ്പൂക്കളോടല്ലേ? അവൻ്റെ സ്വരം നേർത്തതായി. പക്ഷേ ശ്രീയേട്ടന് റോസാപ്പൂവല്ലേ ഇഷ്ടം? ദയ വളരെ നിഷ്കളങ്കതയോടെ ചുണ്ടുകൾ വിടർത്തി. എന്തുകൊണ്ടോ ശ്രീറാമൻ അവളെ ഒന്ന് ചേർത്ത് നിർത്തി ചുംബിക്കാൻ തോന്നി. ഒരുപാട് സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് മുറുകെ പുണരാൻ തോന്നി. തനിക്ക് മുന്നിലെ
ദയ വരച്ചു തീർത്ത പനിനീർ പുഷ്പം ഒരു കൽപ്പനയല്ലായിരുന്നെങ്കിൽ ആ നിമിഷം ഉറപ്പായും അവൻ ആ പുഷ്പത്തെ പറിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടിയേനെ. തൻ്റെ പ്രണയമായി, പ്രാണനായി, തൻ്റെ ഹൃദയത്തിനുടമയാകാൻ അവൻ അവളെ ക്ഷണിച്ചേനെ.